ഒരു ഏജ് ലിമിറ്റ് കൃത്യമായി നടപ്പാക്കുക. മറ്റെല്ലാ സർക്കാർ സേവനത്തിനും റിട്ടയർമെന്റ് സാധ്യമാക്കിയതുപോലെ രാഷ്ട്രീയത്തിലെ വ്യക്തികൾക്കും പ്രവർത്തനകാലം ക്ലിപ്തമാക്കുക. നമസ്കാരം. കേരളത്തിന്റെ പ്രഭാതം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാതോർക്കുന്ന ചില വാർത്തകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലുണ്ടായ ചില തിരുത്തലുകളെ കുറിച്ചും ചില യുദ്ധപ്രഖ്യാപനങ്ങളെ കുറിച്ചുമാണ്. വാർത്തകൾ സദാ ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുൻപിലുള്ളപ്പോൾ ചില വാർത്തകൾ എന്നും നമ്മുടെയൊക്കെ പ്രൈം ടൈം പ്രയോറിറ്റിയായി മാറും. അത് വേണ്ട വിധത്തിൽ വിറ്റഴിക്കാൻ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും സമയവും സ്ഥലവും മാറ്റിവെക്കും. ഇവിടെ ജനാധിപത്യ പ്രക്രിയയിൽ തിരഞ്ഞെടുക്കുകയും അത് അനസ്യൂതം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരും ആ ഘടകത്തിന്റെ ഉൾപ്പെട്ട മറ്റൊരു ജനപ്രതിനിധിയും കൊമ്പ് കോർക്കുന്ന അപൂർവമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയും സർക്കാരും ഇത്തരം വിരോധാഭാസമായ ആഘോഷങ്ങൾ കൊണ്ടാടുമ്പോൾ പാവം ജനങ്ങൾ എന്തു ചെയ്യും? വിദ്യാസമ്പന്നരായ നമ്മുടെ വരും തലമുറ പലായനത്തിന്റെ വഴികൾ തേടുന്നത് ഇത്തരം കാലഹരണപ്പെട്ട ചട്ടക്കൂടുകളും മതിലുകളും ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇത്തരം മതിലുകൾ തച്ചുടയ്ക്കാൻ ശേഷിയുള്ള പുതുതലമുറ ഇവിടെ ഉണ്ടാകണം. കാലോചിതമായ മാറ്റങ്ങൾ അത് വിദ്യാഭ്യാസ രംഗമായാലും രാഷ്ട്രീയമായാലും ഫാമിലി സ്ട്രക്ചർ ആയാലും അങ്ങനെ അനവധി മേഖലകൾ നമുക്ക് മുന്നിലുണ്ട്. ഇന്നത്തെ ലോകം ഗ്ലോബൽ മാർക്കറ്റിന്റെ സൂചികയുടെ ബലത്തിൽ ദൈനംദിന നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുമ്പോൾ മനുഷ്യനും അവന്റെ പ്രയത്നത്തിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും കമ്പോളത്തിൽ ലഭ്യമാകുന്നത് ലേബലുകളുടെ അടയാളപ്പെടുത്തലുകളുമായാണ്. ഇത് തന്നെ എല്ലാ മേഖലകളിലും സാർവത്രികമാക്കിയാൽ ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കാലയളവിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി വരെ കൂടുതലായിരിക്കും. ഡേറ്റ് കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗയോഗ്യമായത് റീസൈക്കിൾ പ്രക്രിയയിലൂടെ എങ്ങനെയാണോ പ്രോസസ് ചെയ്യേണ്ടത് എന്ന ബോധ്യം ഒരു സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ സൈക്കിൾ അഥവാ സുസ്ഥിരമായ ഉൽപാദന ചക്രം രൂപപ്പെടുത്തും. രാഷ്ട്രീയവും അതിൻ്റെ പ്രയോക്താക്കളും ഗുണഭോക്താക്കളും എല്ലാം ഒന്ന് മാറ്റി ചിന്തിച്ചാൽ ഇതൊക്കെ സാധ്യമാക്കാം. വ്യക്തികൾക്കും അവരുടെ രാഷ്ട്രീയത്തിനും ഒരു കാലപരിമിതി സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതി അവലംബിച്ചാൽ തീർച്ചയായും മൂല്യമുള്ള ഒരു സമൂഹ നിർമ്മിതി ഇവിടെ സാധ്യമാകും. ഓരോ വ്യക്തിയുടെയും പ്രവർത്തന കാലാവധി പരിമിതപ്പെടുത്തുക, ഒരു ഏജ് ലിമിറ്റ് കൃത്യമായി നടപ്പാക്കുക, മറ്റെല്ലാ സർക്കാർ സേവനത്തിനും റിട്ടയർമെന്റ് സാധ്യമാക്കിയതുപോലെ രാഷ്ട്രീയത്തിലെ വ്യക്തികൾക്കും പ്രവർത്തനകാലം ക്ലിപ്തമാക്കുക. മുതിർന്ന നേതാക്കളുടെ അറിവും പ്രയത്നവും പാടേ തള്ളിക്കളയാതെ അവരുടെ മാർഗനിർദ്ദേശവും നയപരമായ ഇടപെടലും സാധ്യമാകുന്ന ഇടങ്ങളിൽ പുനരധിവസിപ്പിക്കുക. രാഷ്ട്രീയ വ്യവഹാരങ്ങൾ എന്നും അധികാരത്തിന്റെ വീഞ്ഞുപോലെ മധുരവും മയക്കവും സമ്മാനിക്കുന്നു. അതിൻ്റെ സ്വാദും സുഖവും അറിഞ്ഞവർക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ചിലപ്പോൾ ദഹിച്ചെന്ന് വരില്ല. അതവർ വിസർജിച്ച് ആത്മനിർവൃതി തേടട്ടെ. അതിരുകളില്ലാത്ത ഈ നവലോകത്ത് തളച്ചിടപ്പെടാത്ത മനസ്സും ആരോഗ്യകരമായ ഒരു ജീവന സാഹചര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വരും ദിവസങ്ങളിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.